നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2023 LD ടൈപ്പിസ്റ്റിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സിംബൽ ഈസ് യൂസ്ഡ് ടു കീപ് ദ സെൽ റെഫറൻസ് കോൺസ്റ്റന്റ് ഇൻ MS Excel ആപ്ലിക്കേഷൻ. MS Excelൽ സെൽ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിംബൽ എന്ന് പറയുന്നത് $സൈൻ ആണ്. Which of the following is not an input device? Input device അല്ലാത്തത് ഏതാണ്? VDU ആണ്. VDU എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വെബ് ക്യാമറ, സ്കാനർ, OMR ഒക്കെ ഇൻപുട്ട് ഡിവൈസസ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് VDU. Which one is the example of non-impact printer? Non-impact പ്രിന്ററിന് എക്സാമ്പിൾ ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണ്. അതുപോലെ തന്നെ ലേസർ പ്രിന്ററും നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. ഇമ്പാക്റ്റ് പ്രിന്റർ ആണ് ഡോട്ട് മെട്രിക്സും ഡെയ്സി വീൽ പ്രിന്ററും ഒക്കെ. ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് പറയുമ്പോൾ പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റ് ഹെഡ് പേപ്പറിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ അതിനെ ഇമ്പാക്റ്റ് പ്രിന്റർ എന്നാണ് പറയുന്നത്. In MS Excel application, the border that appears when a range of cell is selected is known as. നമ്മൾ ഒരു റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു ബോർഡർ വരും. അതിനെ പറയുന്നത് മാർക്കി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, HDMI ഈസ്. HDMIയുടെ ഫുൾ ഫോം ആണ് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. All of the following font effects are available in PowerPoint presentation except PowerPoint presentationൽ യൂസ് ചെയ്യാത്ത ഫോണ്ട് എഫക്റ്റ് സ്ട്രൈക്ക് ത്രൂ ആണ്. In MS Word application, the keystroke Ctrl V is used. Ctrl V യൂസ് ചെയ്യുന്നത് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. In MS Excel application, the dash function is used to count the number of values in the list of arguments. Number of values നെ കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് count A ഫംഗ്ഷൻ ആണ്. കൗണ്ടും count Aയും തമ്മിലുള്ള ഡിഫറൻസ്, കൗണ്ട് എന്ന് പറയുന്നത് നോൺ ബ്ലാങ്ക് ആയിട്ടുള്ള നമ്പറിനെയാണ് കൗണ്ട് ചെയ്യുന്നത്. കൗണ്ട് A എന്ന് പറഞ്ഞാൽ നോൺ ബ്ലാങ്ക് ആയിട്ടുള്ള വാല്യൂസിനെ എല്ലാം കൗണ്ട് ചെയ്യും. അടുത്ത സാറ്റയുടെ ഫുൾ ഫോം ആണ് സീരിയൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്മെന്റ് എന്നാണ്. Dash is the shortcut key for undo the previous action. Undoന്റെ shortcut key Ctrl Z ആണ്. To move one slide to another during a PowerPoint presentation, a special effect called dash is used. ഏതാണ്? ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്ലൈഡ്സിന് കൊടുക്കുന്ന സ്പെഷ്യൽ എഫക്റ്റിനെ സ്ലൈഡ് ട്രാൻസിഷൻ എന്നാണ് പറയുന്നത്. Dash illustrate the comparisons among individual item in MS Excel application. ഇൻഡിവിജ്വൽ ഐറ്റത്തിന്റെ കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ബാർ ചാർട്ട് ആണ്. ഹോൾ ഓഫ് ദ പാർട്ട് ആണെങ്കിൽ അത് പൈ ചാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗ്ഷൻ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ MS Excel ആപ്ലിക്കേഷൻ. MS Excelൽ യൂസ് ചെയ്യാത്തതെന്ന് പറയുന്നത് AVG ആണ്. AVG നമ്മൾ യൂസ് ചെയ്യാറില്ല. ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആവറേജ് എന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എക്സെപ്റ്റ്. അപ്പോൾ ഇതിൽ ഒരെണ്ണം ആന്റിവൈറസ് സോഫ്റ്റ്വെയർ അല്ല. അതേതാന്ന് ചോദിച്ചാൽ ബിങ് ആണ്. ബിങ് സെർച്ച് എഞ്ചിൻ ആണ്. ദ പ്രിന്റിംഗ് സ്പീഡ് ഓഫ് എ പ്രിന്റർ ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ. പ്രിന്റിംഗ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് PPM-ലാണ്, പേജസ് പെർ മിനിറ്റ്, അല്ലെങ്കിൽ CPS മെഷർ ചെയ്യും, ക്യാരക്ടർ പെർ സെക്കൻഡ്. Which one is not used as a spreadsheet software? ഇതിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലാത്തത് കീനോട്ട് ആണ്. ലിബ്രെ ഓഫീസ്, ഗൂഗിൾ ഷീറ്റ്, നമ്പേഴ്സ് ഒക്കെ സ്പ്രെഡ്ഷീറ്റ് ആണ്. ഇതാണ്. ചൂസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ ഇൻസേർട്ടിംഗ് എ ഹൈപ്പർ ലിങ്ക് ഇൻ എ സ്ലൈഡ്. ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ Ctrl+K ആണ്. ഡാഷ് ഫയൽ സിസ്റ്റം സപ്പോർട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇൻ PC. NDFS ആണ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. SMPS സ്റ്റാൻഡ്സ് ഫോർ. SMPSന്റെ ഫുൾ ഫോം ആണ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ. സ്വിച്ച് മോഡ് പവർ സപ്ലൈ. ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ കറണ്ട് പ്രസന്റേഷൻ വി യൂസ്. പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ Ctrl+M ആണ്. IDE സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ് എന്നാണ് IDEയുടെ ഫുൾ ഫോം. To highlight the entire column in a spreadsheet, we can choose ഒരു entire column നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ Ctrl+Space bar.
ഫുൾ ഫോം ഓഫ് LCD. LCD എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഓഡ് വൺ ഔട്ട്, ഇതിൽ കൂളിംഗ് ഫാൻ ആണ്, ബാക്കിയെല്ലാം ഇൻപുട്ട് ഡിവൈസസ് ആണ്. എക്സ്പാൻഡ് URL. URLന്റെ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ഹൈപ്പർ ലിങ്ക് ഇൻ MS Word? ഹൈപ്പർ ലിങ്ക് എങ്ങനെ നമ്മൾ എടുക്കുന്നത്? ഇൻസേർട്ടിൽ നിന്ന് ഹൈപ്പർ ലിങ്ക് സെലക്ട് ചെയ്യും. BIOS സ്റ്റാൻഡ്സ് ഫോർ, BIOS എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ് BIOS. ദ വേർഡ് RAM ഈസ്, RAM എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി ആണ്. അടുത്ത വിച്ച് വൺ ഈസ് ദ പ്രൈമറി മെമ്മറി ഡിവൈസ്? പ്രൈമറി മെമ്മറി ഏതാണ്? ROM ആണ്. അടുത്തത് ഫേംവെയർ, എക്സാമ്പിൾ ഓഫ് ഫേംവെയർ. BIOS എന്ന് പറയുന്നത് ഒരു ഫേംവെയറിന് എക്സാമ്പിൾ ആണ്. വിച്ച് കീ ഈസ് യൂസ്ഡ് ടു ഹെൽപ്പ് ഇൻ MS Excel ആപ്ലിക്കേഷൻ? MS Excel ഹെൽപ്പിന് യൂസ് ചെയ്യുന്ന ഏതാണ്? F1 ആണ്. പിൻ കമാൻഡ് ഈസ് യൂസ്ഡ്, എന്തിനു വേണ്ടിയിട്ടാണ് പിൻ കമാൻഡ്? ടു ടെസ്റ്റ് എ ഡിവൈസ് ഓൺ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൽ ഡിവൈസിനെ ടെസ്റ്റ് ചെയ്യാൻ. ഡാഷ് അലോ ടു സെൻഡ് ടെലഫോൺ കോൾസ് ഓർ വോയിസ് ഡേറ്റ യൂസിങ് സ്റ്റാൻഡേർഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അതായത് ടെലഫോൺ കോൾസോ വോയിസ് ഡേറ്റയൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വോയിപ്പ് ആണ്, വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ്. SCSI സ്റ്റാൻഡ്സ് ഫോർ, SCSI എന്ന് പറഞ്ഞാൽ സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ് എന്നാണ്. ഷോർട്ട് കട്ട് കീ ഫോർ വ്യൂയിങ് സ്ലൈഡ്സ് ഫ്രം ബിഗിനിങ് ഓഫ് എ പ്രസന്റേഷൻ. പ്രസന്റേഷന്റെ ബിഗിനിങ്ങിൽ നിന്നുള്ള സ്ലൈഡ്സ് വ്യൂ ചെയ്യാൻ വേണ്ടി F5 കീ ആണ് യൂസ് ചെയ്യുന്നത്. ട്രോജൻ ഹോഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. എ കീ ദാറ്റ് വെൻ ടൈപ്പ് ഡസ് നോട്ട് അഡ്വാൻസ് ദ ടൈപ്പിംഗ് പൊസിഷൻ ദസ് അലോയിങ് അനദർ ക്യാരക്ടർ ടു ബി ഇൻപ്രിന്റഡ് അറ്റ് ദ സെയിം ലൊക്കേഷൻ. അതായത് ഏതെങ്കിലും ഒരു കീ അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ക്യാരക്ടർ വരത്തില്ല, അവിടെ മറ്റൊരു ക്യാരക്ടർ ടൈപ്പ് ചെയ്യാൻ അലോ ചെയ്യുന്നു. അതിനെ നമ്മൾ ഡെഡ് കീ എന്നാണ് പറയുന്നത്. അടുത്തത് ദ പ്രോബ്ലം ഓഫ് പ്രിന്റിംഗ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റർ വിത്തൗട്ട് ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് കീസ് വാസ് സോൾവ്ഡ് ബൈ. അതായത് നമ്മുടെ നമ്പർ ഓഫ് കീസ് ഇൻക്രീസ് ചെയ്യാതെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ടൈപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത് എന്ത് വഴിയാണ്? ഷിഫ്റ്റ് മെക്കാനിസം വന്നതോട് കൂടിയാണ്. നമുക്കറിയാം നമ്മൾ സ്മോൾ ലെറ്ററും ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ ലെറ്ററും ടൈപ്പ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഷിഫ്റ്റ് മെക്കാനിസം വഴിയാണ് ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്തത്. ആൽഫബറ്റ് G ഷുഡ് ടൈപ്ഡ് വിത്ത് ഡാഷ് ഫിംഗർ. ഏതാണ്? ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് G എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം നമ്പർ ഓഫ് കീസ് ഇൻ എ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ ഈസ്. ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്ററിലെ മിനിമം നമ്പർ ഓഫ് കീസ് എന്ന് പറയുന്നത് 44 കീസ് ആണ്. അടുത്തത് DIV സ്റ്റാൻഡ്സ് ഫോർ. DIV എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ കീബോർഡ് ലേഔട്ട് യൂസ്ഡ് ത്രൂ ഔട്ട് ദി വേൾഡ്. അതായത് ടൈപ്പ് റൈറ്റർ കീബോർഡിൽ യൂസ് ചെയ്യുന്നത് ഏത് ലേഔട്ട് ആണ്? നമ്മുടെ കൊട്ടി ലേഔട്ട് ആണ് ടൈപ്പ് റൈറ്റർ കീബോർഡിൽ വേൾഡിൽ ഫുള്ള് യൂസ് ചെയ്യുന്നത്. എക്സ്പാൻഡ് CD-ROM. CD-ROMന്റെ ഫുൾ ഫോം ആണ് കോമ്പാക്ട് ഡിസ്ക് റീഡ് ഒൺലി മെമ്മറി. എല്ലാവർക്കും അറിയാം റോമിന്റെ ഫുൾ ഫോം റീഡ് ഒൺലി മെമ്മറി എന്നാണ്. CD കോമ്പാക്ട് ഡിസ്ക്. Whenever the shift key is pressed, the impression of dash character will be got. നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ഏതാണ് കിട്ടുന്നത്? അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ബ്ലേഡ് അഗെയിൻസ്റ്റ് വിച്ച് പേപ്പർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ടൈപ്പ് റൈറ്റർ. നമ്മൾ ടൈപ്പ് റൈറ്ററിൽ പേപ്പർ പ്ലേസ് ചെയ്യുമ്പോൾ അതിന് അഗൻസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ബ്ലേഡ് ഏതാണ്? പേപ്പർ ഗൈഡ് ആണ് കാണപ്പെടുന്നത്. വൈൽ ടൈപ്പിംഗ് ഓൺ എ ടൈപ്പ് റൈറ്റർ ദ പൊസിഷൻ ഓഫ് എ പേപ്പർ മൂവ്സ് ഫ്രം. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ പേപ്പറിന്റെ പൊസിഷൻ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്